ഹായ്, ഞാൻ അദീബ്. ഷവോമി ഇന്ത്യയിൽ ഒരുപാട് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മോഡൽസ് മാത്രമാണ് ഷവോമി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതേസമയത്ത് ചൈനയിൽ ഷവോമി കാലങ്ങളായിട്ട് ഒരുപാട് ലാപ്ടോപ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ചൈനയിൽ ലോഞ്ച് ചെയ്യുന്ന ലാപ്ടോപ്സ് എല്ലാം ഇന്ത്യയിലോട്ട് കൊണ്ടുവരാറില്ല. ഷവോമി ഈ കഴിഞ്ഞ ദിവസം ഷവോമി നോട്ട്ബുക്ക് പ്രോ 120G എന്നുള്ള ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലാപ്ടോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഷവോമി നോട്ട്ബുക്ക് പ്രോ 120G ഈ രണ്ട് വേരിയൻറ്റ് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ രണ്ട് വേരിയൻസും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. നോട്ട്ബുക്ക് പ്രോ 120 വേരിയൻറ്റിൽ ഇന്റലിൻ്റെ UHD ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. നോട്ട്ബുക്ക് പ്രോ 120G എന്ന മോഡലിൽ NVIDIA GeForce MX 550 ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഈ രണ്ട് വേരിയൻറ്റുകൾ തമ്മിലുള്ളത്. ഷവോമി നോട്ട്ബുക്ക് പ്രോ 120 ഈ ഒരു നെയിമിലെ 120 മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ള 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റിനെയാണ് കമ്പനി മെൻഷൻ ചെയ്യുന്നത്. തിൻ ആൻഡ് ലൈറ്റ് കാറ്റഗറിയിലാണ് ഈ ഒരു ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1.4 കിലോഗ്രാം ആണ് ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത്. 15.9 mm ആണ് ഈ ലാപ്ടോപ്പിൻ്റെ തിക്നെസ് വരുന്നത്. 315.6 mm ലെങ്ത്തും 220.4 mm വിഡ്ത്തുമാണ് ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നത്. ഓവറോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 14 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ് ഇത്. എയറോസ്പേസ് ഗ്രേഡ് 6 അലുമിനിയം അലോയ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. ഡ്യുവൽ വിൻഡ് കൂളിംഗ് ഫാൻസ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ 2x2 വാട്ടിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. DTS ഓഡിയോ സപ്പോർട്ടും ഈ ഒരു ലാപ്ടോപ്പിൽ അവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്ന പോർട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി തണ്ടർബോൾട്ട് 4 പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പോർട്ട് വഴി ഡാറ്റ ട്രാൻസ്ഫറിങ്ങും ചാർജിങ്ങും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിലൊരു HDMI പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ USB ടൈപ്പ് എ പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3.5 mm ഒരു ഓഡിയോ പോർട്ടും നൽകിയിട്ടുണ്ട്. ലാപ്ടോപ്പിന്റെ ഇന്നർ സൈഡിൽ നോക്കുന്ന സമയത്ത് ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കീബോർഡിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിളിന്റെ മാക്ബുക്കിൽ കൊടുത്തിട്ടുള്ള പോലത്തെ ഒരു കീബോർഡിന്റെ ഡിസൈൻ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 1.3 mm ഡീപ് ട്രാവൽ കീസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. യൂസർ മെക്കാനിസം ഉള്ള കീസ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത്. 3 ലെവൽ ബാക്ക് ലൈറ്റ് ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ ഒരു ലാർജ് ആയിട്ടുള്ള ട്രാക്ക് പാഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കീബോർഡിൽ ഡെഡിക്കേറ്റഡ് മാക്രോ കീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതൊരു കസ്റ്റം ബട്ടൺ ആണ്. ഈ ഒരു കീയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 720p റെസൊല്യൂഷനിൽ വരുന്ന ഒരു വെബ് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. 2.5K ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ അഡ്ജസ്റ്റബിൾ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നതാണ്. 16:10 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്ന പ്രോസസറിനെ കുറിച്ച് നോക്കാം. ഇന്റലിന്റെ 12th ജനറേഷൻ i5 പ്രോസസർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ 16GB LPDDR5 റാം ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1200 MHz ആണ് വരുന്നത്. ഡ്യുവൽ ചാനൽ മെമ്മറിയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. 512GB NVMe SSD ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 56 വാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലാപ്ടോപ്പിൽ 100 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ലാപ്ടോപ്പ് വിൻഡോസ് ലെവലിലാണ് വരുന്നത്. ഫൈനലി ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. UHD ഗ്രാഫിക്സ് കാർഡ് വരുന്ന വേരിയന്റിന് 69,999 രൂപയും NVIDIA GeForce MX 550 ഗ്രാഫിക്സ് കാർഡ് വരുന്ന വേരിയന്റിന് 74,999 രൂപയുമാണ് വരുന്നത്. ഈ ലാപ്ടോപ്പിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 20-നാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയാവുന്ന സമയത്ത് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.